viewers, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു ലോങ് ജാക്കറ്റ് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള തുണി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രിന്റഡ് ക്ലോത്ത് ഒരു 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേവി ബ്ലൂ കളറിലുള്ള ഒരു കോട്ടൻ്റെ തുണി 2.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലൈനിങ് 2 മീറ്ററും എടുത്തിട്ടുണ്ട്. പ്രിന്റഡ് ക്ലോത്ത് നമുക്ക് 3 മീറ്റർ വേണം, കാരണം ലോങ് ജാക്കറ്റാണ് തയ്ക്കുന്നത്. അതിൻ്റെ അടിയിൽ ഞാൻ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 3 മീറ്റർ ക്ലോത്ത് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ലൈനിങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് ഈ ഒരു ജാക്കറ്റ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൽ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലൈനിങ് എപ്പോഴും മെയിൻ ഫാബ്രിക്കിനേക്കാളും 2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി അതിൻ്റെ ഷോൾഡറാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡർ നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോൾ ലെങ്ത്തും അതേ 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു എൽ ഷേപ്പിൽ വരച്ചെടുത്തു. എൽ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു കോർണറിൽ നിന്ന് ഒരു 1 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചെസ്റ്റ് റൗണ്ട് ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റും ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റും എവിടെയാണോ വരുന്നത് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 14 ഇഞ്ചിലും 21 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 14 ഇഞ്ചിൽ വേസ്റ്റ് റൗണ്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 10.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചെടുക്കുക. ഇനി ആം ഹോൾ ലെങ്ത്ത് വരച്ചെടുക്കുന്നതിനും ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്ക് വരച്ചെടുത്ത് അവിടെ നിന്നാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കുന്നത്. നെക്കിൻ്റെ മാർക്കിങ്ങിന് ചെയ്തെടുക്കാം. വിഡ്ത്ത് 3 ഇഞ്ചാണ്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചും ലെങ്ത്ത് 6 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തു. ഇത് ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ആ ഒരു ലെങ്ത്തിലുള്ളൊരു ബോക്സ് വരച്ചെടുത്തിട്ട് അതിനകത്ത് ഒരു യു ഷേപ്പാണ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ആം ഹോൾ കർവ് വരച്ചെടുക്കണം. ആം ഹോൾ കർവിന് ആ ഒരു മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു കോർണറിൽ നിന്നും വരച്ചെടുത്തിട്ടുള്ള 1 ഇഞ്ച് മാർക്കിങ്ങും ചെസ്റ്റ് റൗണ്ടും കൂടെ ചേർത്ത് വെച്ച് ആം ഹോൾ കർവ് വരച്ചെടുക്കുക. അപ്പോൾ അത് വരച്ചെടുത്തു. സീം അലവൻസ് 2 ഇഞ്ചാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് സീം അലവൻസ് എല്ലാ ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. അതൊക്കെ ജോയിൻ ചെയ്തെടുത്ത് ഷേപ്പിൽ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് 3 ഇഞ്ച് വിഡ്ത്തിലും 3 ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കും യു ഷേപ്പിൽ തന്നെയാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ്സ് വെച്ച് കൊടുത്തിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക്കിൽ ഞാൻ എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 48 ഇഞ്ചാണ്. അപ്പോൾ സീം അലവൻസ് 2 ഇഞ്ചും ചേർത്തിട്ട് 50 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാ മെഷർമെൻറ്റും ലൈനിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് തന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ലൈനിങ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്യാൻവാസിലൊന്നും അറ്റാച്ച് ചെയ്തെടുക്കുന്നില്ല. സിമ്പിളായിട്ടാണ് ഈ ഒരു യൂനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ലൈനിങ്ങിൽ തന്നെ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് ഉള്ളിലേക്ക് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് തന്നെ യൂനൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ജാക്കറ്റും ഇടുന്നത് കൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ടാണ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ലൈനിങ്ങിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കുക.
ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ നടുക്ക് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ലൈനിങ് ഉൾഭാഗത്തേക്ക്, അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ ഉൾവശത്തേക്ക് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവ്സ് എങ്ങനെ കട്ട് ചെയ്തെടുത്തത് നോക്കാം. 11 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു സ്ലീവാണ് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 12 ഇഞ്ചിലുള്ള തുണിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 1 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സ് റൗണ്ട് അടിഭാഗത്ത് 6ഉം മേലെ ഭാഗത്ത് 7 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലീവ്സിൻ്റെ അടിഭാഗത്തായിട്ട് ജാക്കറ്റിൻ്റെ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 4 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതേപോലെ ഒരു ബോർഡർ പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ്സിൻ്റെ മോശം വശത്തേക്കായിട്ട് ഈ ഒരു ബോർഡറിൻ്റെ പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഫ്രണ്ടിലോട്ട് തിരിച്ചിട്ടിട്ട് മേൽഭാഗത്തും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ബാക്കും ഫ്രണ്ടും നെക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് 2 സ്ലീവ്സും കൂടെ ജോയിൻ ചെയ്തെടുത്ത് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡിൽ ഞാൻ ഓപ്പൺ വെച്ചിട്ടില്ല, എയർലൈൻ കുർത്തി പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇനി ഇതിൻ്റെ ജാക്കറ്റ് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ 4ആയിട്ട് തുണി മടക്കിയിട്ടതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ഞാനിവിടെ 7.5 മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോൾ ലെങ്ത്തും 7.5 ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊരു ബോക്സ് പോലെ വരച്ചെടുത്തു. ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്തേക്ക് അതിൻ്റെ ലെങ്ത്തായിട്ട് ജാക്കറ്റിൻ്റെ നെക്കാണ്. അപ്പോൾ ഒരു 13 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 13 ഇഞ്ചിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടതിന് ശേഷം ആ ഒരു നെക്ക് വി ഷേപ്പിൽ ഒരു കേവ്ഡ് വി ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ആ 13 ഇഞ്ചിലെ പോയിന്റിലേക്ക് കറക്റ്റായിട്ടൊരു വി വരച്ചു കൊടുത്തു. അതിനുശേഷം ആ ഒരു ലൈന് നമ്മളൊരു കേവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 13 ഇഞ്ചിന് താഴെ ഭാഗത്തേക്ക് ഓപ്പൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു 13 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് വള്ളി വെച്ച് കൊടുത്ത് കെട്ടുന്നുണ്ടെങ്കിൽ കെട്ട് അവിടെ ഒരു ബട്ടൺസ് ആയാലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ജാക്കറ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതേപോലെ മേലെ നിന്നും താഴെ വരേക്കും നമ്മൾ മാർക്ക് ചെയ്ത വരയിലോ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 10 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊരു ലൂസിങ്ങിന് വേണ്ടിയിട്ടൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ആം ഹോൾ കർവ് വരച്ചെടുക്കുക. ആ ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ലൈനിൻ്റെ അവിടെ മേൽഭാഗത്തൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ സ്ട്രോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെസ്റ്റ് റൗണ്ടും ആ കോർണറിലുള്ള പോയിൻറ്റും ആ ഒരു മിഡ് പോയിൻറ്റും ചേർത്ത് വെച്ചിട്ട് ആം ഹോൾ കർവ് വരച്ചെടുക്കുക. ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേസ്റ്റ് റൗണ്ട് നമ്മളൊരു ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് ഇറക്കത്തിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഹിപ്പ് റൗണ്ട് 21 ഇഞ്ചിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് 9 ഇഞ്ചാണ്. 9.5 ഇഞ്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ലൂസിങ്ങിൽ കിട്ടും, ടൈറ്റ് ഫിറ്റായി ഇരിക്കാതെ. ജാക്കറ്റ് നമുക്ക് കുറച്ച് ലൂസിലാണ് ഭംഗി ഉണ്ടാവുക. ഇതേപോലെ ഹിപ്പ് റൗണ്ടും ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് ഷേപ്പിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. ജാക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മാക്സിമം സൈഡ് വശത്ത് എത്രയാണോ വീതി കിട്ടുന്നത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സീം അലവൻസ് ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇട്ട് കൊടുത്താൽ മതി. നെക്ക് ലൈനിൽ നിന്നും ഹോൾ ലെങ്ത്തിലേക്ക് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കുക. ഇനി ഇത് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കുക.
ജാക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതേപോലെയാണുള്ളത്. അപ്പോൾ നമ്മൾ സെൻട്രൽ പോർഷനിൽ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ബാക്ക് പാർട്ടിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് വിഡ്ത്തും 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്ത് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കാണ്. ഇനി അതിൻ്റെ ഉള്ളിലൊരു യു ഷേപ്പ് വരച്ചെടുക്കുക. ഇവിടെയും ഷോൾഡർ 7.5 തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആം ഹോൾ ലെങ്ത്തും 7.5 തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അതേപോലെ സെയിം ആയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ആം ഹോൾ കർവും കൂടെ വരച്ചെടുക്കുക. ചെസ്റ്റ് റൗണ്ട് ഞാനിവിടെ 10.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആം ഹോൾ കർവ് വരച്ചെടുക്കുക. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് ഒരു 14 ഇഞ്ചിൽ, പിന്നെ ഒരു ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ 21 ഇഞ്ചിലും പോയിന്റ് മാർക്ക് ചെയ്തിട്ടതിന് ശേഷം വേസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ചും ഹിപ്പ് റൗണ്ട് 10.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് എ ലൈൻ പോലെ തന്നെ ഷേപ്പിലങ്ങ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും സീം അലവൻസ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു 2 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കർവ് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതല്ലെങ്കിൽ 2 സൈഡും തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് മേലോട്ടേക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഫ്രണ്ട് പീസിലും ഞാൻ അടിഭാഗത്ത് 2 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജാക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള നെക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്ക് മാത്രമല്ല, താഴെ വരയ്ക്കും നമ്മൾ ഇതേപോലെ ഒരു ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അത് ഉള്ളിലേക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ക്രോസ് പീസ് താഴെ വരെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു നെക്കിൻ്റെ 13 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് 2 വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്കവിടെ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജാക്കറ്റ് നല്ല ഷേപ്പിലവിടെ നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വള്ളി അവിടെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേ വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉൾഭാഗത്തേക്ക് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തു. ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് വെക്കുന്നതിന് പകരം ലേസോ മറ്റോ വെച്ച് കൊടുക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് നമ്മൾ കെട്ടുന്നതിന് വേണ്ടിയിട്ട് 2 വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു ബട്ടൺസ് ആയാലും വെച്ച് കൊടുത്താൽ മതി. ഇനി ആം ഹോൾ റൗണ്ട്, ആം ഹോളിൻ്റെ അവിടെ നമ്മൾ സ്ലീവ്സ് ജോയിൻ ചെയ്യുന്നില്ല. ഇതിപ്പോൾ സ്ലീവ്ലെസ് ജാക്കറ്റാണ്. ടോപ്പിലാണ് നമ്മൾ സ്ലീവ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മുറിച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ 2 സൈഡ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആം ഹോളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 2 സൈഡും ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗത്തുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ജാക്കറ്റിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ അവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ അളന്ന് നോക്കണം. അതിന് കണക്കാക്കിയിട്ട് താഴെ നമ്മൾ ഒരു ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ നമ്മുടെ ജാക്കറ്റിൻ്റെ ലെങ്ത്ത് 48 ഇഞ്ചാണ്. അപ്പോൾ 43 ഇഞ്ച് ലെങ്ത്തിലുള്ള ജാക്കറ്റും അതിൻ്റെ അടിഭാഗത്ത് 5 ഇഞ്ചിലുള്ള ഒരു പ്ലീറ്റ്സും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തും 48 ഇഞ്ച് തന്നെ ആയിരുന്നു. 50 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും 48 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമ്മൾ
ജാക്കറ്റും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ജാക്കറ്റിൻ്റെ അടിഭാഗത്ത് വെക്കാനായിട്ട് ഇതേപോലെ ഫ്രിൽസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 6 അല്ലെങ്കിൽ 6.5 ഇഞ്ചിൽ തുണി കട്ട് ചെയ്തെടുക്കുക. അടിഭാഗം നമുക്ക് മടക്കി അടിക്കാനും മേൽഭാഗത്തേക്കുള്ള 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടി ചേർത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫ്രിൽസ് ആക്കി എടുത്തതിന് ശേഷം അടിഭാഗത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജാക്കറ്റിൻ്റെ ഫ്രണ്ട് ഓപ്പൺ വെച്ചിരിക്കുന്ന ആ ഭാഗത്തു നിന്നും ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്രിൽസിൻ്റെ നല്ല ഭാഗവും ജാക്കറ്റിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചുറ്റിലും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ജാക്കറ്റിൽ ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 48 ഇഞ്ചാണ്. ഇതേപോലെ ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുറ്റിലും. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പൊന്ന് മേലോട്ടേക്ക് പിടിച്ചിട്ട് മേൽഭാഗത്തായിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് കുർത്തിയുടെ മേലെ ജാക്കറ്റ് ഇടുമ്പോൾ ഉണ്ടാവുക. സ്ലീവ് വന്നിട്ട് കുർത്തിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ജാക്കറ്റിൻ്റെ ഒരു പീസ് സ്ലീവ്സിൻ്റെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. നെക്ക് പാർട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെസ്റ്റ് പോർഷനിലോ എന്തെങ്കിലും എംബ്രോയ്ഡറി വർക്കോ അല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജാക്കറ്റ് കുർത്തിയുടെ സ്റ്റിച്ചിങ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.